നമസ്കാരം. ഇത് ഞങ്ങളുടെ ബസ്സിൽ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീ. അവൾ എറണാകുളം സിറ്റിയിൽ ചെറിയൊരു ഓഫീസിൽ ജോലിയാണ്. അവൾക്ക് ഭയങ്കര കാമവികാരം. അപ്പോൾ ഞാൻ അവളുമായിട്ട് ബന്ധപ്പെട്ടതും കളിച്ചതുമാണ് പറയാൻ പോണത്. അതിനു മുമ്പ് ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞതിൽ ഒരു തിരുത്തുണ്ട്. ഞാൻ ഇന്നലെ പറഞ്ഞു 35 വയസ്സിന് മേലുള്ള പെണ്ണ് കെട്ടാത്ത ചെറുപ്പക്കാർ കേരളത്തിൽ 10,000 കണക്കിനുണ്ടെന്ന്. പക്ഷെ അതുമേ നിൽക്കില്ല, ലക്ഷക്കണക്കിനുണ്ട്. ഒരു പെണ്ണിനെ തൊട്ട് നോക്കാൻ ചാൻസ് കിട്ടാത്തത്, കുളിമുറി പോയി സ്വയംഭോഗം ചെയ്ത് എത്ര ശുക്ലമാണ് ചെറുപ്പക്കാർ പാഴാക്കി കളയുന്നത്. ഇവർക്ക് വേറെ ഓപ്ഷനില്ല. ഒരു പെണ്ണിനൊന്ന് നോക്കിയാൽ അപ്പം വൈറലായി, കേസായി, പ്രശ്നമായി. ചില സദാചാര മക്കൾ കേരളത്തിനൊരു സംസ്കാരമുണ്ട്, അത് നശിപ്പിച്ചെന്നൊക്കെ പറഞ്ഞ് ഒരുത്തനും ധൈര്യപ്പെടില്ല ഒരു പെണ്ണിനോട് പരിപാടിക്ക് ചോദിക്കാനോ. ഇനി പെണ്ണും ആണും കൂടി ഒത്തുനിന്ന് കൂട്ടിക്കോ, എവിടെ പോയിട്ട് ഇവർ പരിപാടി എടുക്കും. എല്ലാ സ്ഥലത്തും CCTVയും മൊബൈൽ ക്യാമറയും പിടിച്ച് ആംഗളന്മാരും സദാചാര പെങ്ങാന്മാരും ഇങ്ങനെ റെഡിയായി നിൽക്കുക. ഒരു നിലക്ക് നടക്കില്ല. എത്ര ശുക്കളാണ് പാഴായി പോണത്. അതുപോലെ സ്ത്രീകളും സ്വയംഭോഗം ചെയ്യല്ലാണ്ട് 4 ചുവരുകൾക്കുള്ളിൽ. പിന്നെ സ്ത്രീകൾ പിന്നെ സ്വർഗരതി ഹോസ്റ്റലിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട് ഞാൻ. കാരണം അവർക്ക് സേഫാണ്, പരസ്യമാകില്ല, പ്രഗ്നൻ്റ് ആവില്ല, സ്ത്രീകളെ അടച്ചാക്ഷേപിക്കുകയല്ല. പക്ഷെ ഇവർക്ക് സ്ത്രീകൾക്ക് ഏജ് ലിമിറ്റില്ല, ഏത് പ്രായക്കാർ തമ്മിലും പറ്റും. പുരുഷന്മാരങ്ങനെയല്ല, കാലും വില രോമമൊക്കെ ഉണ്ടായി തുടങ്ങിയാൽ പിന്നെ നടക്കില്ല. അങ്ങനെ ഒരു ഡിഫറൻസ് ഉണ്ട്. അപ്പം എന്തെങ്കിലും ചെയ്യണ്ടേ, മനുഷ്യൻ്റെ ആവശ്യമാണ്. നമ്മൾ ഭക്ഷണം, ഉറക്കം, ഇതൊക്കെ പോലെ തന്നെ അത്യാവശ്യമുള്ളൊരു സാധനമാണ് സെക്സ്. അത് കെട്ടി പൂട്ടി വെച്ചേക്കാം. ഒരു നിലക്കും നമ്മൾക്ക് നമ്മുടെ വികാരം പുറത്തെടുത്ത് പ്രകടിപ്പിക്കാൻ പറ്റണില്ല. പക്ഷെ പണ്ടത്തെ എൻ്റെയൊക്കെ ചെറുപ്പകാലം എന്ന് പറഞ്ഞാൽ ഇഷ്ടം പോലെ പരിപാടി നടന്നിരുന്നു. എൻ്റെ ഗ്രാമത്തിൽ ചില 2 വീടുണ്ട്. 2 വീടും വേശ്യാഗ്രഹങ്ങളാണ്. ഒരു വീട്ടിൽ അമ്മയും മോളും. നമ്മൾ ചെല്ലുക, പൈസ കൊടുക്കുക, പരിപാടി എടുത്ത് പോരുക. മറ്റേ വീട്ടിൽ ഭാര്യയും ഭർത്താവുള്ളൂ. അതിൽ ഭാര്യനെ കിട്ടും. ഇത്തിരി പ്രായമുണ്ട് അവർക്ക്. അത്യാവശ്യം മുട്ടിയാൽ അവിടേക്ക് ചെല്ലാം. അങ്ങോട്ട് പലരും പോകാറുണ്ട്. പോണത് ആരെങ്കിലും കണ്ടാൽ തന്നെ അതൊരു ഒഴിഞ്ഞ കോണിലാണ് ആ വീട്. അത്ര വഴി നടപ്പുകാരൊന്നും ഇല്ലാത്തൊരു സ്ഥലം. അതിലാരെങ്കിലും കണ്ടാൽ തന്നെ അത് മൈൻഡ് ചെയ്യില്ല. അവനായി അവൻ്റെ പാടായി. അവർ ഇതുകൊണ്ടാണ് ജീവിക്കണത്. പക്ഷേ രണ്ടാമത് പറഞ്ഞ വീട്ടിലൊരു ഫെസിലിറ്റി ഉണ്ട്. നമ്മളയൊക്കെ എന്തെങ്കിലും 10-20 കൊടുത്താൽ, അന്ന് 20 വലിയ പൈസ. ഒരു പുൽപ്പായം തലണിയും തരും തെക്കേ മുറിയിൽ. ആരെ വേണമെങ്കിലും കൊണ്ടുപോയി കളിക്കാം. കാരണം സിറ്റിയിലൊന്നും പോയി റൂം എടുക്കാൻ പറ്റില്ല. പോലീസുകാർ അതിലേറെ സദാചാരം അങ്ങനെയൊക്കെയാണ്. വേശ്യകളൊക്കെ റൈഡ് ചെയ്ത് പിടിക്കണം. പണ്ടത്തെ സിനിമയിലൊക്കെ ഉണ്ടല്ലോ, ഹോട്ടലിൽ വളയലും പിടിച്ച് കൊണ്ടുപോയി ഫോട്ടോ എടുക്കലും പോലീസ് സ്റ്റേഷൻ്റെ മുമ്പിൽ പത്രത്തിലൊക്കെ വരും. ഇപ്പോൾ ലോഡ്ജ് സേഫല്ല. വലിയ ഹോട്ടലിൽ നടക്കേണ്ടത്. പക്ഷേ അത് ഇപ്പോൾ എല്ലാവർക്കും പറ്റില്ലല്ലോ. അപ്പോൾ ഈ വീട്ടിൽ എങ്ങനെ സൗകര്യമുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും അവിടെ കൊണ്ടില്ല. അപ്പോൾ അവിടുത്തെ ഈ അമ്മയുണ്ടല്ലോ, ഈ കൊടുക്കണ സ്ത്രീ, നീ ഇതെവിടെ നിന്ന് ഒപ്പിക്കണത് എന്നോട് ഇപ്പോഴും ഇങ്ങനെ ചോദിക്കും. ഞാൻ പറഞ്ഞു, ഞാൻ ഒപ്പിക്കണമല്ല, അത് ഇങ്ങോട്ട് വരണതാണ് പറഞ്ഞു. നിൻ്റെ സാധനത്തിന്മേൽ മാർഗമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഒരു ദിവസം പിടിച്ച് നോക്കുമെന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എപ്പോഴേലും പിടിച്ച് നോക്കാറ്. ഞാൻ അവരെയൊന്നും കളിച്ചിട്ടില്ല, എനിക്കവരെ ആവശ്യമില്ല. പക്ഷെ എന്നിട്ട് ഇവർ കുത്തുവാക്ക് പറയുകയും ചെയ്തു, നിനക്കിപ്പോൾ നമ്മളൊന്നും ആവശ്യമില്ല, നല്ല കിളി പോലത്തെ സാധനങ്ങളല്ലേ ഇതിൻ്റെ കസ്റ്റഡിയിൽ. അത് സത്യമാണ്. എപ്പോൾ പോയാലും കിട്ടണ ഇഷ്ടം പോലെ ഇപ്പോഴും ഉണ്ട്, പ്ലെൻറ്റി. അപ്പോൾ ഞാൻ അന്നത്തെ കാലഘട്ടവും ഇന്നത്തെ കാലഘട്ടവും കൂടി ഒന്ന് കമ്പയർ ചെയ്ത. അന്ന് ഇങ്ങനത്തെ ആഗ്രഹങ്ങൾ നടന്നാൽ അത് പൂർത്തിയാക്കാനായിട്ട് ഒരു വിഷമമില്ല. അതേപോലെ തന്നെ അയൽവക്കത്ത് ഉള്ള സ്ത്രീകൾ തമ്മിലുള്ള ബന്ധപ്പെടൽ. ചിലപ്പോൾ ഇപ്പുറത്തെ വീട്ടിലത്തെ ആൾ അപ്പുറത്തെ വീട്ടിലെ അയാളുടെ ഭാര്യനെ പണിയെടുക്കുന്നുണ്ടാവും, അവൻ ഇവിടുത്തെ ഭാര്യനെ എടുക്കുന്നുണ്ടാവും. ഇതൊക്കെ പരസ്പരം അറിഞ്ഞിട്ടാണോ ഇല്ലയെന്ന് എനിക്കറിയില്ല. അങ്ങനത്തെ 2-3 വീട് എനിക്കറിയാം.
കാരണം ഒരു വീട്ടിൽ നിന്ന് മറ്റാൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ വേറൊരു ദിവസം ഇപ്പുറത്തെ വീട്ടിൽ നിന്ന് മറ്റവനെ ഇറങ്ങിയ ഫോണൊക്കെ കണ്ടിട്ടുണ്ട് ഞാനൊക്കെ രാത്രി ഇങ്ങനെ സിറ്റി സഞ്ചരിക്കണ ആളെ ഇതൊക്കെ കള്ളവെടി നാട്ടിൽ നടക്കണ്ടെന്നൊക്കെ ഏകദേശം ഒരു പിക്ചർ എനിക്കറിയാം. ഭർത്താവ് ഇല്ലാത്ത ദിവസം അപ്പുറത്തെ വീട്ടിൽ പോയിട്ട് ഇവൻ പണിയെടുത്ത് ഇറങ്ങും. ഇവിടെ ആളില്ലാത്തപ്പോൾ അവൻ വന്ന് ഇവിടെ എടുത്തിറങ്ങും. അന്നൊക്കെ ആരെങ്കിലും കണ്ടാലും ഇതൊരു ഇഷ്യൂ ആക്കൂലായിരുന്നു. ഇന്ന് ഇഷ്യൂ ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഗവൺമെൻറ് ഓഫീസിലുള്ള ജോലിയുള്ള ഗവൺമെൻറ് അല്ല സ്വകാര്യ ഓഫീസാണ്. അപ്പോൾ ഇവളെന്നും ബസ്സിന് വരും. അപ്പോൾ ഒരു ദിവസം ഞാൻ സിനിമയ്ക്ക് വിളിച്ചു. അന്നൊക്കെ ഫസ്റ്റ് സ്റ്റെപ്പ് സിനിമയ്ക്ക് വിളിക്കണം. എന്നിട്ട് ഉച്ചക്കൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ കപ്പിൾസായിരിക്കും. ഭാര്യ ഭർത്താവൊന്നുമല്ല ഇങ്ങനത്തെ പരിപാടി. പരസ്പരം ശ്രദ്ധിക്കൂല. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പറ്റണൊക്കെ ചെയ്യാം. എല്ലായിടത്തും കൈയിടാൻ പറ്റും. അല്ലെങ്കിൽ നിപ്പിൾസൊക്കെ നല്ലോണം ട്യൂൺ ചെയ്ത് വികാരം വരുത്തിയാൽ പിന്നെയാണ് എവിടെയെങ്കിലും പോകലെന്ന് ചോദിക്കുക. ഇപ്പോൾ ചില സ്ത്രീകൾ പറയും പകൽ വരാനേ പറ്റുള്ളൂ, രാത്രി പറ്റൂല. ഇതതിൽ പെട്ടതാണ്. ഒരു ദിവസം മേനക തിയേറ്ററിൽ അവൾ എന്നോട് പറഞ്ഞു ഇപ്പം തന്നെ എന്നെ സീറ്റിൻ്റെ ചോട്ടിൽ കിടത്തി കളിക്കുന്ന പറഞ്ഞു. അത്ര വികാരവതിയായി. അന്ന് തിരക്കില്ല. അപ്പം ഞാൻ പറഞ്ഞു അത് വേണ്ട, ഇതിൻ്റെ സീറ്റിൻ്റെ ഇടയിലൊന്ന് അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞതല്ല. അവൾക്ക് അത്ര കാമം വികാരം ഉണ്ടായി. അപ്പം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ പറഞ്ഞ്. അന്നാണ് ഞാൻ ഫസ്റ്റ് ഈ വീട്ടിലേക്കുള്ള കൊണ്ടുപോകണം. പുറത്തിറങ്ങി നോക്കുമ്പോൾ ഇവളുടെ മുഖമൊക്കെ വെളുത്തത് കാമം വന്നിട്ട് ചുമന്ന് തൊഴുത്തറുണ്ട്. അപ്പം കിടക്കുമെന്നുള്ളത് അതിനെ കൊണ്ടുപോയി ബസ് കയറി ഞങ്ങൾ അവിടേക്ക് പോയി. അവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ എന്ത് ചെയ്യുന്ന ഒരു 10-20 അടി ഡിസ്റ്റൻസിലേ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു പെണ്ണാട് നടന്നു പോയാൽ അപ്പം ഞാൻ മുന്നിൽ നടക്കണമെങ്കിൽ അവളെൻ്റെ ബാക്കിൽ വന്നാൽ മതി. അപ്പം ഒപ്പം പോവുകയാണെന്നൊന്നും മനസ്സിലാവില്ല. ഇനി മനസ്സിലാണ് ഒരിക്കലും മനസ്സിലാവും, പക്ഷെ ആരും ബാക്കിൽ വരുന്നില്ല. അന്ന് ഞാൻ അവളെ കൊണ്ടുപോയി അവളെ ആ വീട്ടിൽ നിന്ന്. അപ്പോൾ അവിടുത്തെ അമ്മ സ്ത്രീ അവർ മാത്രമേ ഉള്ളൂ. പായം കല്യാണം തന്നു. ഞാൻ റൂമിൽ കയറി. സത്യം പറയാല്ല, അവളുടെ ഓരോ ഡ്രസ്സും ഞാൻ അഴിച്ച് പൂർണ്ണ നഗ്നയാക്കി. പെണ്ണിന് ഒലിച്ചിട്ട് കേൾക്കണം. എന്താ പറയുക, സന്ധ്യയായി അവിടെ നിന്ന് പോന്നപ്പം. അപ്പം ഇവള് പറഞ്ഞ് വീട്ടിലെന്ത് പറയുമെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞേ ഓഫീസിൽ തിരക്കുണ്ടായി, ബസ് കിട്ടാൻ നേരം വൈകുന്ന എന്തെങ്കിലും പറയാം. എന്നിട്ട് അവൾ എന്നോട് പറഞ്ഞേ ഇനി വരുമ്പോൾ നമുക്ക് കുറച്ച് നേരത്തെ വരണമെന്ന്. കളി ഇഷ്ടപ്പെട്ട് ഇനിയും ഇവിടെ വിളിക്കണമെന്നാണ് ഞാൻ പറയണത്. എത്ര എണ്ണത്തിനാണ് ഞാൻ കാണുന്നുണ്ട് ആ വീട്ടിൽ. അതിൻ്റെയൊക്കെ ചരിത്രം ബാക്കിൽ വരും. അങ്ങനത്തെ സൗകര്യങ്ങളൊക്കെ അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ ലൈംഗികമായിട്ട് ദരിദ്രരാണ്. അതെ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കണൊക്കെ ഇവിടെ ഒരു മാറ്റം വരണം. ഇവിടെ ക്രൈം കൂടുന്നുണ്ട്, പിഞ്ചു കുഞ്ഞുങ്ങളെ വരെ. അതായത് വികാരം കെട്ടി നിൽക്കുകയാണ് തലയിൽ. അപ്പോൾ മനസ്സിലും അപ്പോഴാണ് എന്തെങ്കിലും മയക്കുമരുന്ന് മദ്യം ഉപയോഗിക്കുമ്പോൾ പിന്നെ ചെറിയ കൊച്ചാണോ അല്ലെങ്കിൽ പോക്സോ കേസിൽ പെടുമെന്ന് ഇതൊന്നും ആ മൈൻഡിൽ വരില്ല. അപ്പോൾ ക്രൈമായിട്ട് ഉണ്ടാവുകയാണ് ഇവിടെ. അടക്കി വെച്ച സെക്സാണ് ഇവിടെ ഈ ക്രൈമായിട്ട് രൂപപ്പെടേണ്ടത്. കേരളത്തിൽ മാത്രം എത്ര കെട്ടി വെച്ചിട്ടുള്ളൂ. വേറെയുള്ളടത്തൊക്കെ ചെറുങ്ങനൊന്ന് സാന്ത്വനം എണീറ്റാൽ പോകാൻ സ്ഥലമുണ്ട്. കേരളത്തിന് പുറത്ത് എല്ലായിടത്തും സാധനം എണീറ്റ് അവന് പോയി അത് പൂർത്തീകരിക്കാനുള്ള സംവിധാനമുണ്ട്. കേരളത്തിൽ അതില്ല. അവൻ്റെ അടുത്ത് ഇനി പൈസ ഉണ്ടെന്ന് കൂട്ടിക്കോ, നടക്കില്ല. എല്ലാവർക്കും എല്ലാ കാലവും ഇങ്ങനെ സ്വയംഭവം ചെയ്ത് പറ്റില്ല. ചിലപ്പോൾ അവന്മാർക്ക് ഈ എന്തെങ്കിലും ഡ്രഗ്സോ ലിക്കറോ കഴിക്കുമ്പോൾ ആ ബുദ്ധിയിൽ ചിലപ്പോൾ ചെറിയ കുഞ്ഞാണ് അല്ലെങ്കിൽ ഒരു വയസ്സായ സ്ത്രീയാണ് അവന് നോക്കല. അവൻ്റെ കണ്ണ് അന്ധത ബാധിച്ച്. അതിൻ്റെ കാരണം എന്താ? ഇത് കിട്ടാക്കനിയായതുകൊണ്ടാണ്. ഇപ്പം കോവിഡ് വന്നപ്പോൾ എന്താ ഉണ്ടായത്? കള്ള് നിരോധിച്ച് എത്ര പേര് വാറ്റി കുടിച്ച് ജീവൻ പോയി. ഇത് സുലഭമായിട്ട് കിട്ടുകയാണെന്ന് വിചാരിച്ച് കിട്ടുമ്പോൾ ആരും അങ്ങനെ കള്ളത്തരം കാണിക്കില്ലല്ലോ. ഇവിടെ ഒരു സെക്ഷൽ ഫ്രീഡം വേണം. അതാണ് എൻ്റെ ഒരു ഞാൻ ഈ മോട്ടിവേഷനൊക്കെ ഇതിൻ്റെ അടിയിൽ കൊടുക്കണം. ഞാൻ ശരിക്കും മോട്ടിവേറ്റ് ചെയ്യണം. അല്ലാണ്ട് കേരളത്തിലെ സംസ്കാരം നശിപ്പിക്കേണ്ട ആവശ്യമൊന്നും എനിക്കില്ല. കേരളത്തിൽ അങ്ങനെ ഒരു സംസ്കാരം ഉണ്ടായിട്ടില്ല. ഇവിടെ നടമാടിയിരുന്നൊക്കെ നല്ല സെക്ഷൽ ഫ്രീഡം ആയിരുന്നു. സ്ത്രീകളൊക്കെ എൻജോയ് ചെയ്തിരുന്നു. ഇപ്പം ഭയന്ന് കഴിയണം 4 ചുവരുകൾക്കുള്ളിൽ. നമസ്കാരം.